Today our topic is insurance. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിലെ ബാങ്കിങ് എന്ന് പറയുന്ന പാർട്ട് നമ്മുടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇൻഷുറൻസ് 2 മൊഡ്യൂൾസ് ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ ഫസ്റ്റ് മൊഡ്യൂളിൽ ദെൻ ഇൻട്രൊഡക്ഷൻ ടു ഇൻഷുറൻസ്, അതേപോലെ തന്നെ സെക്കൻഡ് മൊഡ്യൂളിൽ അതിൽ തന്നെ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് 4th and 5th മൊഡ്യൂൾസാണ്. 4th മൊഡ്യൂളിൽ ഇൻട്രൊഡക്ഷൻ ടു ഇൻഷുറൻസും അതുപോലെ തന്നെ മൊഡ്യൂൾ 5 ലൈഫ് ഇൻഷുറൻസും എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ തന്നെ അവിടെ 4th മൊഡ്യൂളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. വാട്ട് ഈസ് മെൻ ബൈ ഇൻഷുറൻസ്, അതുപോലെ തന്നെ വളരെ എന്തൊക്കെയാണ് നമുക്ക് 4th മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് നോക്കാം. ഇൻട്രൊഡക്ഷൻ ഓഫ് ഇൻഷുറൻസ്, ഡെഫിനിഷൻ ഓഫ് ഇൻഷുറൻസ്, ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, ഇൻഷുറൻസ് ആസ് എ സെക്യൂരിറ്റി ടൂൾ, social security tool, insurance and economic development, principles of insurance, kinds of insurance, life insurance versus general insurance. ഇത്രയാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ട് നമുക്കറിയാവുന്ന വൺ ഓഫ് ദി ടേം ആണ് അവിടെ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം ഇൻഷുറൻസ് ഈസ് ബേസ്ഡ് ഓൺ ലോ, സോ ഇറ്റ് ഈസ് എ ലീഗൽ കോൺട്രാക്ട്. Then one person agrees to compensate the loss suffered by another person on the happening of an uncertain future event. That is called as insurance. അവിടെ what is meant by insurance? Insurance എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാക്റ്റ് ആണ്. One person agrees to compensate the loss suffered by another person on the happening of uncertain future event. ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ടേം എന്ന് പറയുന്നത് ആർക്കെങ്കിലും, അതായത് ഒരാൾക്കുണ്ടാകാവുന്ന നഷ്ടം മറ്റുള്ളവരെല്ലാവരും കൂടി കോമ്പൻസേറ്റ് ചെയ്യുന്ന വൺ ഓഫ് ദി ആക്ടിവിറ്റിയാണ് അവിടെ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അവിടെ എല്ലാം നമ്മൾ ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദി റിസ്ക് എന്ന് പറയുന്ന ഫാക്ട് ഉണ്ട്. വട്ട് ഈസ് മീൻ ബൈ റിസ്ക് ഈസ് എ പോസിബിലിറ്റി ഓഫ് ലോസ്. നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളെയാണ് നമ്മൾ എന്ത് പറയുക, ദെൻ റിസ്ക് എന്ന് പറയുമ്പോൾ ആ റിസ്ക് ആണ് ഇവിടെ നമ്മൾ ഏറ്റെടുക്കുന്നത്, ഇൻഷുറൻസ് എന്നുള്ളത് കൊണ്ട് ഏറ്റെടുക്കുന്നത്. ഞാനിവിടെ ഒരിക്കലും റിസ്ക് നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇൻഷുറൻസിൽ സാധിക്കില്ല. അതേപോലെ തന്നെ ആ റിസ്ക് എന്ന് പറയുന്ന ഫാക്ടർ, റിസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഏതെങ്കിലും ഒരു കേസിൽ ഒരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും, ഇപ്പോൾ ഒരു വെഹിക്കിൾ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങൾക്കും അപകടം സംഭവിക്കുന്നില്ല. എന്നാൽ ഏതെങ്കിലും ഒരു വാഹനത്തിന് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകാവുന്ന നഷ്ടം മറ്റുള്ളവരെല്ലാവരും കൂടെ അത് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് അവിടെ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷുറൻസ് ഈസ് എ ഡിവൈസ് വിച്ച് പ്രൊവൈഡ് സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ലോസസ് ഓഫ് ഫൈനാൻഷ്യൽ നേച്ചർ അപ് ടു എ സർട്ടൻ ലിമിറ്റ്. അവിടെ ഇൻഷുറൻസ് ഈസ് എ ഡിവൈസ് വിച്ച് പ്രൊവൈഡ്സ് സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ലോസസ് ഓഫ് ഫൈനാൻഷ്യൽ നേച്ചർ അപ് ടു എ സർട്ടൻ ലിമിറ്റ്. ഒരു പരിധിവരെ നമുക്കുണ്ടാകാവുന്ന നഷ്ടങ്ങളെ നികത്തി തരികയാണ് ഇൻഷുറൻസിലൂടെ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ കോപ്പറേറ്റീവ് ഡിവൈസ് ടു സ്പ്രെഡ് ദ ലോസ് കോസ്ഡ് ബൈ പർട്ടിക്കുലർ റിസ്ക് ഓവർ എ നമ്പർ ഓഫ് പേഴ്സൺസ് who are exposed to risk. Risk can be defined as uncertainty of a financial loss. അവിടെ റിസ്ക് ക്യാൻ ബി ഡിഫൈൻ ആസ്, റിസ്കിന് നമുക്ക് ഇങ്ങനെ പറയാം, റിസ്ക് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് അൺസെർട്ടനിറ്റി ഓഫ് എ ഫിനാൻഷ്യൽ ലോസ്. അൺസെർട്ടനിറ്റി ഓഫ് എ നമുക്ക് സാമ്പത്തികമായിട്ട് നഷ്ടം സംഭവിക്കും എന്ന് പറയുന്ന ഒരു അനിശ്ചിതാവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസ്ക് എന്ന് പറയാം. ദാറ്റ് മീൻസ് റിസ്ക് മീൻസ് പോസിബിലിറ്റി ഓഫ് ലോസ്, നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത, പോസിബിലിറ്റി ഓഫ് ലോസ്. നമുക്ക് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക് ഉണ്ടാവാം. ഡെത്ത്, ആക്സിഡൻറ്റ്, ഫയർ, എർത്ത്, ലോസ് ഓഫ് ഹെൽത്ത് എക്സെട്ര. ഇൻഷുറൻസ് ഇസ് ആൻസർ ടു ദീസ് റിസ്ക് ആൻഡ് അൺസെർട്ടനിറ്റി. അതായത് പലതരത്തിലുള്ള നഷ്ടങ്ങളാവാം. അതായത് ഫയർ, തീപിടുത്തം സംഭവിക്കാം, ഭൂകമ്പം ഉണ്ടാവാം, നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാവാം, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലോസ് ഓഫ് ഹെൽത്ത്, ഡെത്ത്, ആക്സിഡൻറ്റ്സ് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുണ്ടാകാവുന്ന എല്ലാ നഷ്ടങ്ങൾക്കും ഒരു പരിധി വരെ നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ പറഞ്ഞു, ഇൻഷുറൻസ് ഈസ് എ ഡിവൈസ് വിച്ച് പ്രൊവൈഡ്സ് സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ലോസ് of financial nature up to a certain extent. Insurance is a process in which losses of few people are shared by many people who faces the same risk. ഒരേ തരത്തിലുള്ള നഷ്ടം സംഭവിക്കാവുന്ന ഒരുപാട് പേരുകൾ കൂടിച്ചേർന്നുകൊണ്ട്. ഇൻഷുറൻസ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ലോസസ് ഓഫ് എ ഫ്യൂ പീപ്പിൾ ആർ ഷെയർഡ് ബൈ മെനി പീപ്പിൾ ഹൂ ഫേസസ് ദ സെയിം റിസ്ക്. The unfortunate people who have to face the risk get compensation out of the contribution made by all the people who face the risk.
Then accident insurance policy is taken by all vehicle owners, but accident occur only few. അതായത് എല്ലാവരും ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നുണ്ടെങ്കിൽ കൂടെ എല്ലാവർക്കും നഷ്ടം സംഭവിക്കുന്നില്ല, കുറച്ച് പേർക്ക് മാത്രമേ നഷ്ടം സംഭവിക്കുന്നുള്ളൂ. The compensation is paid to the victim of the accident out of the money contributed by all the people. Thus, insurance is sharing the losses and the suffering of unfortunate people. അപ്പോൾ ദെൻ അവിടെ ഡെഫിനിഷൻ, അപ്പോൾ ഇതാണ് നമുക്കൊരു ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ള. ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അതൊരു സോഷ്യൽ സെക്യൂരിറ്റി ടൂളാണ്. ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് പ്രൊവൈഡ്സ് സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ലോസസ് ഓഫ് ഫൈനാൻഷ്യൽ നേച്ചർ അപ് ടു എ സർട്ടൻ ലിമിറ്റ്. ഒരു പരിധിവരെ സാമ്പത്തികമായിട്ടുണ്ടാകാവുന്ന നഷ്ടങ്ങൾക്ക് നമുക്ക് നൽകുന്ന സംരക്ഷണം, അതാണ് ഇതെന്ന് പറയുന്നത്. ദെൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത്, ഇൻഷുറൻസ് ഈസ് എ ഡിവൈസ് വിച്ച് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ലോസ് of financial nature and up to a certain limit. ഒരു പരിധിവരെ സാമ്പത്തികമായിട്ടുണ്ടാകാവുന്ന നഷ്ടങ്ങൾക്ക് പരിഹരിച്ചു കൊടുക്കാം എന്ന് പറയുന്ന അങ്ങനെ ഒരു സോഷ്യലി നമുക്കതെന്താണ്, ഒരു പ്രൊട്ടക്ഷനാണ്, സെക്യൂരിറ്റിയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ദെൻ അവിടെ ഇൻഷുറൻസിൽ രണ്ട് തരത്തിലൂടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫങ്ഷൻ ഡെഫിനിഷനുണ്ട്, അതേസമയം തന്നെ ലീഗൽ ഡെഫിനിഷനുണ്ട്. ഫങ്ഷൻ ഡെഫിനിഷനിലെ ഇൻഷുറൻസ് ഈസ് എ കോപ്പറേറ്റീവ് ഫോം ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ സർട്ടൻ റിസ്ക് ഓവർ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് who are exposed to it. According to John Magee, insurance is a plan wherein persons collectively share the losses of risk. എന്താ അവിടെ ഇൻഷുറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദെൻ വെറിൻ പേഴ്സൺസ് കളക്റ്റീവ്ലി ഷെയർ ദ ലോസസ്, എല്ലാവരും കൂടിച്ചേർന്നുകൊണ്ട് ഒരേപോലെ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ ഷെയർ ദി ലോസസ് ഓഫ് റിസ്ക്, നഷ്ടം പരിഹരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ലീഗൽ ഡെഫിനിഷനിലെ നിയമപരമായിട്ട് പറയുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ ഇൻഷുറൻസ് ആസ് എ ഫോം ഓഫ് ബിസിനസ് ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കോൺട്രാക്ട്. Under the contract, one person agrees to compensate the loss suffered by another person on the happening of an uncertain future event. That is called as insurance. അതായത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ വാലിഡ് കോൺട്രാക്റ്റ്. ലീഗലായിട്ട് നമ്മൾ നേരിടുന്നൊരു കരാറാണ് ഇത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലീഗൽ കോൺട്രാക്റ്റ്, ഇറ്റ് ഈസ് എ ലോ ഓഫ് കോൺട്രാക്റ്റ്. ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റാണ്. അണ്ടർ ദിസ് കോൺട്രാക്ട് വൺ പേഴ്സൺ അഗ്രീസ് ടു compensate the loss suffered by another person on the happening of an uncertain future event. അതായത് ഭാവിയിൽ ഉണ്ടാകാവുന്ന അനിശ്ചിതാവസ്ഥയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഷുർ ചെയ്യുന്നത് അല്ലേ. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഒരു നഷ്ടത്തെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, ആ നഷ്ടത്തെയാണ് നമ്മൾ ഇൻഷുർ ചെയ്യുന്നത്. അവിടെ വൺ പേഴ്സൺ എഗ്രീസ് ടു കോമ്പൻസേറ്റ് ദ ലോസ് സഫേർഡ് ബൈ അനദർ പേഴ്സൺ ഓൺ ദി ഹാപ്പനിങ് ഓഫ് ആൻ അൺസർട്ടൈൻ ഇവൻറ്റ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിക്കാവുന്ന ഒരു നഷ്ടത്തെ, അഥവാ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളത് കോമ്പൻസേറ്റ് ചെയ്ത് തരാം എന്ന് പറയുന്ന ഒരു ലോഫുൾ എഗ്രിമെൻ്റ് ആണ്, ലോഫുൾ കോൺട്രാക്റ്റ് ആണ് അവിടെ ഇതെന്ന് പറയുന്നത്. ദെൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ബൈ വിച്ച് വൺ പാർട്ടി ഫോർ എ കോമ്പൻസേഷൻ കോൾഡ് എ പ്രീമിയം അസ്യൂംസ് പർട്ടിക്കുലർ റിസ്ക് ഓഫ് ദ അതർ പാർട്ടി ആൻഡ് പ്രോമിസസ് ടു പേ ഹിം ഓർ ഹിസ് നോമിനി a certain sum of money on a specified contingencies. അതായത് ഒന്നുകിൽ അയാൾ പറയുന്ന വ്യക്തിക്കോ നോമിനീസിനോ അല്ലെങ്കിൽ അയാൾക്ക് തന്നെയോ നഷ്ടമുണ്ടായിക്കഴിഞ്ഞാൽ നഷ്ടം പരിഹരിച്ചു കൊടുക്കാം എന്ന് പറയുന്ന വൺ ഓഫ് ദി ലോഫുൾ കോൺട്രാക്റ്റ് ആണ് അവിടെ ഇത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വാട്ട് ഈസ് മീൻഡ് ബൈ ഇൻഷുറൻസ്. ഇൻഷുറൻസ് ഈസ് എ ലോഫുൾ കോൺട്രാക്റ്റ്. വൺ പേഴ്സൺ അഗ്രീസ് ടു കോമ്പൻസേറ്റ് ദ ലോസ് സഫേർഡ് ബൈ അനദർ പേഴ്സൺ ഓൺ ദി ഹാപ്പനിങ് ഓഫ് അൺസർട്ടൈൻ ഇവൻറ്റ്സ്. ദറ്റ് ഈസ് കോൾഡ് ആസ് ഇൻഷുറൻസ്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ഇൻഷുറൻസിലെ ഏതൊക്കെയാണ്? നേച്ചർ ഓഫ് ഇൻഷുറൻസ്. ദെൻ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഇൻഷുറൻസ്? ഇൻഷുറൻസിലെ ഫീച്ചേഴ്സ്, ഫസ്റ്റ് വൺ ഈസ് ഷെയറിംഗ് ഓഫ് റിസ്ക്. സെക്കൻഡ് വൺ ഈസ് ഇറ്റ് ഈസ് എ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. ദെൻ ഇറ്റ് ഈസ് എ കോൺട്രാക്ട്, കൺസിഡറേഷൻ, വാല്യുവേഷൻ ഓഫ് റിസ്ക്, lawful object, payment on contingencies, then amount of payment, large number of insured persons, then investment portfolio, value of risk, insurance is not gambling, then insurance is not charity. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ഫീച്ചേഴ്സിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, വൺ ബൈ വൺ ആയിട്ട് നോക്കാം. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഇൻഷുറൻസ്? ഇൻഷുറൻസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, സവിശേഷതകൾ എന്തൊക്കെയാണ്? ദെൻ ഫസ്റ്റ് പോയിന്റ് ഈസ് ഷെയറിംഗ് ഓഫ് റിസ്ക്.
നഷ്ടം ഷെയർ ചെയ്യപ്പെടുക. നമ്മൾ പറയുന്നുണ്ട് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ചു, ഇൻഷുറൻസ് മീൻസ് ഇറ്റ് ഇസ് വൺ പേഴ്സൺ എഗ്രീസ് ടു കോമ്പൻസേറ്റ് ദ ലോസ് സഫേർഡ് ബൈ അനദർ പേഴ്സൺ. വാട്ട് ഇസ് മീൻ ബൈ ഇൻഷുറൻസ്? ഇൻഷുറൻസ് ഇസ് എ കോൺട്രാക്ട് ദാറ്റ് മീൻസ് വൺ പേഴ്സൺ എഗ്രീസ് ടു കോമ്പൻസേറ്റ് ദ ലോസ് സഫേർഡ് ബൈ അനദർ പേഴ്സൺ. വൺ പേഴ്സൺ എഗ്രീസ് ടു കോമ്പൻസേറ്റ് ദ ലോസ് സഫേർഡ് ബൈ അനദർ പേഴ്സൺ. മറ്റൊരു വ്യക്തിക്ക് ഉണ്ടാകാവുന്ന നഷ്ടം പരിഹരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലോഫുൾ കോൺട്രാക്റ്റിനെയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ദെൻ ഫസ്റ്റ് പോയിന്റ് ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് ഇൻഷുറൻസ് ദാറ്റ് ഈസ് ഷെയറിംഗ് ഓഫ് റിസ്ക്. നഷ്ടം അവിടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഒരാൾക്ക് ഉണ്ടാകാവുന്ന നഷ്ടത്തെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്ന വൺ ഓഫ് ദി ആക്ടിവിറ്റിയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സോ ഷെയറിംഗ് ഓഫ് റിസ്ക്, എവറി ഹ്യൂമൻ ബീയിങ് ഈസ് എക്സ്പോസ്ഡ് ടു സർട്ടൻ റിസ്ക്. The risk may be financial loss on account of the death of the earning member of the family, or loss due to perils of the sea, or loss on account of the road accident, or loss on theft. The loss arising from these uncertain events is shared by many who face the same risk. ഫസ്റ്റ് പോയിന്റ് ഈസ് ഷെയറിങ് റിസ്ക് എന്നുള്ളതാണ്. എവറി ഹ്യൂമൻ ബീയിങ് ഈസ് എക്സ്പോസ്ഡ് ടു സർട്ടൻ റിസ്ക്. എല്ലാവർക്കും മനസ്സിലുണ്ട് നഷ്ടം സംഭവിക്കുമോ എന്ന് പറയുന്ന ഒരു ആദി അല്ലെങ്കിൽ വ്യാധി, നമുക്ക് പേടിയുണ്ട്. ദ റിസ്ക് മേ ബി ഫൈനാൻഷ്യൽ ലോസ് ഓൺ അക്കൗണ്ട് ഓഫ് ദ ഡെത്ത് ഓഫ് ദ ഏണിംഗ് മെമ്പർ ഓഫ് ദ ഫാമിലി. ഓൺ ദ പലതരത്തിലുള്ള റിസ്ക്കുകളാണ്. അതായത് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു ഏണിംഗ് മെമ്പർ, അതായത് നമുക്ക് അച്ഛനോ ഏണിംഗ് മെമ്പർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് സംഭവിക്കുന്ന എന്തെങ്കിലും അസുഖങ്ങളോ ആക്സിഡൻസോ സുഖമില്ലാതെ ഒക്കെ വരുന്ന അത്തരം സംഭവങ്ങളൊക്കെ അവിടെ ലോസ് ഓൺ അക്കൗണ്ട് ഓഫ് ദ ഡെത്ത് ഓഫ് ദ ഏണിംഗ് മെമ്പർ, അയാളുടെ മരണവും ഒക്കെ എങ്ങനെ ബാധിക്കാം? തീർച്ചയായിട്ടും ആ വീടിനെ എന്താ പറയുക, അദ്ദേഹമാണ് അവിടുത്തെ ഏണിംഗ് മെമ്പർ എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരാണ്. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ദെൻ വൺ ഓഫ് ദി റിസ്ക് ആണത്. അതേസമയം തന്നെ പെറിൽസ് ഓഫ് ദി സീ, എന്താ പറയുക, ഡ്യൂ ടു ഫാമിലി ഓർ ലോസ് ഡ്യൂ ടു പെറിൽസ് ഓഫ് ദ സീ, കടൽ മാർഗത്തിലുണ്ടാകാവുന്ന നഷ്ടസാധ്യതകൾ. ലോസ് ഓൺ അക്കൗണ്ട് ഓഫ് റോഡ് ആക്സിഡൻറ്റ്, നമുക്ക് നഷ്ടമാണ്. ഓർ ലോസ് ഓൺ തെഫ്റ്റ്, മോഷണം സംഭവിക്കാം. ലോസ് അറൈസിങ് ഫ്രം ദീസ് അൺസർട്ടൻ ഇവൻ ഈസ് ഷെയർഡ് ബൈ മെനി ഓഫ് ഹു ഫേസ് ദ സെയിം റിസ്ക്. അതായത് റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അവിടെ എന്താണ്, എന്തെങ്കിലും അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് എല്ലാവരും നേരിടുന്ന ഒരേപോലത്തെ പ്രശ്നമാണ്. പക്ഷേ എല്ലാവർക്കും അപകടം സംഭവിക്കുന്നില്ല, അതിൽ പക്ഷേ കുറച്ച് പേർക്ക് അപകടം സംഭവിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഉണ്ടാകാവുന്ന ആ ഒരു നഷ്ടസാധ്യതയെ കളക്ട് ചെയ്തുകൊണ്ട് ഒരാൾക്കുണ്ടാകാവുന്ന നഷ്ടം പരിഹരിച്ചു കൊടുക്കുക എന്ന് പറയുന്ന വൺ ഓഫ് ദി ഫീച്ചറാണ് ഇൻഷുറൻസ് ചെയ്യുന്നത്. പ്രത്യേകതയുണ്ട്. സോ ഷെയറിങ് ഓഫ് റിസ്ക്, നഷ്ടത്തെ ഷെയർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകാവുന്ന ആ ഒരു നഷ്ടസാധ്യത ഷെയറിങ് ഓഫ് റിസ്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഇറ്റ് ഈസ് എ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. Every insurance is based on the cooperation of large number of persons who faces the same risk. Then all contribute money which is pooled by the insurer and paid to the persons who actually suffer the loss. Like all cooperative devices, the act of the people are voluntarily. അവിടെ നമ്മൾ ചെയ്യുന്നത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഇൻഷുറൻസ് എന്ന് പറയുന്ന വൺ ഓഫ് ദി ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻഷുറൻസ് ഈസ് ബേസ്ഡ് ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാവരും ഒരേപോലെയുള്ളവരാണ്, എല്ലാവരും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതായത് അതിൽ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്, എന്നാൽ എല്ലാവരും പ്രവർത്തിക്കുന്നത് ഓരോരുത്തരുടെയും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഇതാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയാം. ദെൻ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്, അതാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിളാണത്, ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്നുള്ളത്. അവിടെ എവരി ഇൻഷുറൻസ് ഈസ് ബേസ്ഡ് ഓൺ ദ കോപ്പറേറ്റീവ് ഓഫ് ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസ് ഹൂ ഫേസ് ദ സെയിം റിസ്ക്. ഒരേപോലെയുള്ള നഷ്ടസാധ്യതകളെ അഭിമുഖീകരിക്കുന്ന കുറേ പേരുണ്ട്. ദേ ഓൾ കോൺട്രിബ്യൂട്ട് മണി വിത്ത് ഈസ് പൂൾഡ് ബൈ ദ ഇൻഷുറർ. അങ്ങനെയുള്ളവരെല്ലാവരും കൂടെ കുറേശ്ശെ പണം ആരിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്, ഇൻഷുററിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് പേ ടു ദ പേഴ്സൺ ഹു ആക്ച്വലി സഫർ ദ ലോസ്. എന്നാൽ നഷ്ടസാധ്യതയാണ് അവരെല്ലാവരും മുൻകൂട്ടി കാണുന്നത്, പക്ഷേ എല്ലാവർക്കും നഷ്ടം സംഭവിക്കുന്നില്ല. അതിലേതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രമാണ് അവിടെ നഷ്ടം സംഭവിക്കുന്നത്. ആ നഷ്ടം ഇൻഷുറൻസ് കമ്പനി നികത്തി കൊടുക്കുകയും ചെയ്യുന്നു. ലൈക്ക് ഓൾ കോപ്പറേറ്റീവ് ഡിവൈസസ് ദ ആക്ട് ഓഫ് പീപ്പിൾ ആർ വളണ്ടർലി. അവിടെ എല്ലാവരും പ്രവർത്തിക്കുന്നത് എന്താണ്, ഒരു സ്വമേധയാ, ആക്ട് വളണ്ടർലി, സ്വമേധയാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഷെയറിംഗ് ഓഫ് റിസ്ക്, സെക്കൻഡ് വൺ ഈസ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. Then third one is, one of the important feature of insurance is a contract. Contractly, insurance is a contract under which one person called the insurer agrees to pay a certain amount on the happening of an event insured to another person called the insured.
For an insurance contract, there should be a valid offer and acceptance. This contract is made in writing. Then അവിടെ നമുക്ക് ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട്. വൺ ഓഫ് ദി ഫീച്ചർ ഈസ് ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട്. ഇൻഷുറൻസിനെ കോൺട്രാക്റ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഫോർ എൻ ഇൻഷുറൻസ് കോൺട്രാക്ട് ദർ ഷുഡ് ബി വാലിഡ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. വാലിഡ് ആയിട്ടുള്ള ഒരു ഓഫറും ആക്സെപ്റ്റൻസും ഏതിനുണ്ട്? ഇൻഷുറൻസ് ഉണ്ട്. അതായത് ഇൻഷുറൻസ് കമ്പനി ഒരു ഓഫർ വെക്കുന്നു, നമ്മളത് എന്ത് ചെയ്യുന്നു? നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നു. മാത്രമല്ല ദ കോൺട്രാക്ട് ഈസ് മെയ്ഡ് ഇൻ റൈറ്റിംഗ്, എഴുതപ്പെട്ടിട്ടുള്ള കോൺട്രാക്റ്റാണ്. സോ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റാണ്, ലീഗലി ലോഫുൾ കോൺട്രാക്റ്റാണ്. ദെൻ അവിടെ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് അണ്ടർ വിച്ച് വൺ പേഴ്സൺ കോൾഡ് ദ ഇൻഷുറർ എഗ്രീസ് ടു പേ എ സർട്ടൻ എമൗണ്ട് ടു ദ ഹാപ്പനിങ് ഓഫ് എൻ ഇവൻറ്റ് ഇൻഷുർഡ് ടു അനദർ പേഴ്സൺ കോൾഡ് ദ ഇൻഷുവേർഡ്. ഇൻഷുവേർഡ് എന്ന് പറയുന്നത് ആരാണോ നഷ്ടസാധ്യതയെ അഭിമുഖീകരിക്കുന്നത് അവർക്കുണ്ടാകാവുന്ന നഷ്ടത്തെ പരിഹരിച്ചു കൊടുക്കാം എന്ന എഗ്രിമെൻ്റാണ് ഏതിൽ വരുന്നത്? ഇൻഷുറൻസ് കോൺട്രാക്റ്റ് വരുന്നത്. ആരാണോ പരിഹരിച്ചു കൊടുക്കുന്നത് അയാളെ ഇൻഷുറർ എന്നും, ആർക്കാണോ പരിഹരിച്ചു കൊടുക്കുന്നത് അയാളെ ഇൻഷുവേർഡ് എന്നും പറയുന്നു. അപ്പോൾ അത് ഫസ്റ്റ് വൺ ഈസ് ഷെയറിംഗ് ഓഫ് റിസ്ക്, സെക്കൻഡ് വൺ ഈസ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ, തേർഡ് വൺ ഈസ് ദറ്റ് ഈസ് എ കോൺട്രാക്ട്. അതൊരു ലോഫുൾ കോൺട്രാക്റ്റ് ആണ്. ദെൻ ഫോർത്ത് പോയിന്റ് ഈസ് കൺസിഡറേഷൻ. കൺസിഡറേഷനിൽ ഇൻ ആൻ ഇൻഷുറൻസ് കോൺട്രാക്ട് ദർ ഈസ് എ കൺസിഡറേഷൻ. ദ കൺസിഡറേഷൻ പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ ഈസ് കോൾഡ് ആസ് പ്രീമിയം. അവിടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് പ്രതിഫലം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആ കരാറിൽ ഏർപ്പെടുന്നത്. സോ നമുക്കൊരു വാലിഡ് കോൺട്രാക്റ്റ് ആവണമെങ്കിൽ ഓഫർ ഉണ്ടായിരിക്കണം, ആക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണം, സെയിം ടൈം അവിടെ ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. അവിടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇൻ ആൻ ഇൻഷുറൻസ് കോൺട്രാക്ട് ദർ ഈസ് എ കൺസിഡറേഷൻ. ഒരു ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ ഒരു കൺസിഡറേഷൻ ഉണ്ട്. ദ കൺസിഡറേഷൻ പെയ്ഡ് ബൈ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ ദറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് പ്രീമിയം. പ്രീമിയം എന്ന് പറയുന്ന അതിന് ആ കൺസിഡറേഷനെയാണ് നമ്മളെന്ത് പറയുന്നത്? പ്രീമിയം എന്ന് പറയുന്നത്. പ്രീമിയം കൊടുത്തുകൊണ്ട് ഇൻഷുററുടെ അടുത്ത് നിന്ന് എടുക്കുന്ന ഒരു കോൺട്രാക്റ്റ്, അതാണ് അവിടെ എന്ത് പറയുന്നത്? ദറ്റ് ഈസ് ആ കോൺട്രാക്റ്റിനെയാണ് നമ്മളവിടെ എന്ത് പറയുന്നത്? ദറ്റ് ഈസ് എൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഷുറൻസ് ഈസ് എ കൺസിഡറേഷൻ ഉണ്ടെന്ന് പറയുന്നു. ദാറ്റ് മീൻസ് ഇൻ എൻ ഇൻഷുറൻസ് കോൺട്രാക്ട് ദർ ഈസ് എ കൺസിഡറേഷൻ. The consideration paid by the insured to the insurer is called premium. പ്രീമിയം കൊടുത്തുകൊണ്ടാണ് അവിടെ ഇൻഷുറൻസ് കരാറിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഈസ് ഷെയറിംഗ് ഓഫ് റിസ്ക്, സെക്കൻഡ് വൺ ഈസ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ, തേർഡ് വൺ ഈസ് കോൺട്രാക്ട് ആൻഡ് ഫോർത്ത് വൺ ഈസ് കൺസിഡറേഷൻ. ദെൻ ഫിഫ്ത്ത് പോയിന്റ് ഈസ് വാല്യുവേഷൻ ഓഫ് റിസ്ക്. വാല്യുവേഷൻ ഓഫ് റിസ്കിലെ ഓൺലി റിസ്ക് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ മോണിറ്ററി ടേംസ് ക്യാൻ ബി ഇൻഷുർഡ്. There are several methods for evaluating the risk. The risk is evaluated before the insurance contract is entered into. അപ്പോൾ then ഇവിടെ വാല്യുവേഷൻ ഓഫ് റിസ്ക്, ഓൺലി റിസ്ക് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ മോണിറ്ററി ടേംസ് ക്യാൻ ബി ഇൻഷുർഡ്. അതായത് പണത്തിൻ്റെ മൂല്യത്തിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാവുന്ന മാത്രമേ ഇൻഷുർ എടുക്കാനായിട്ട്. വാല്യുവേഷൻ ഓഫ് റിസ്ക് എന്ന് പറയുന്നത് ഓൺലി റിസ്ക് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ മോണിറ്ററി ടേംസ് ക്യാൻ ബി ഇൻഷുർഡ്. ദർ ആർ സെവറൽ മെത്തേഡ്സ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ റിസ്ക്. ദ റിസ്ക് ഈസ് ഇവാലുവേറ്റഡ് ബിഫോർ ദ ഇൻഷുറൻസ് കോൺട്രാക്ട് ഈസ് എൻറ്റേർഡ് ഇൻ ടു. അതായത് ഇപ്പം നമ്മൾ പറയില്ലേ, നമുക്കൊരു ഇമോഷണൽ ഫീലിംഗ് ആണ്, ഇപ്പം അദ്ദേഹം മരണപ്പെട്ടതുകൊണ്ട് ഒരു ഇമോഷണൽ ഫീലിംഗ് ആണെന്ന് വെച്ചാൽ അതൊരിക്കലും നമുക്ക് നികത്താനായിട്ട് സാധിക്കില്ല. ഒരു സൈക്കോളജിക്കൽ ഫീലിംഗ് ആണെങ്കിൽ നമുക്ക് നികത്താനായിട്ട് സാധിക്കില്ല. പക്ഷേ അവിടെ വേറെ ആർക്കെങ്കിലും മരണം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ഒരു ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പിൽ എന്ത് വരുന്നുണ്ട്? ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അവിടെ നമുക്കൊരു പണത്തിൻ്റെ ഒരാൾക്ക് ഇപ്പോൾ ഡെപ്റ്റർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 5 ലക്ഷം രൂപയുടെ കോൺട്രാക്റ്റാണ് അവർ തമ്മിൽ വെച്ചാൽ ഡെപ്റ്റർ മരണപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്രെഡിറ്ററെ സംബന്ധിച്ചിടത്തോളം ആ പണത്തിന് ഒരു ഫൈനാൻഷ്യൽ ലോസ് സംഭവിക്കുന്നുണ്ട്. കണ്ടോ, അവിടെ ഒരു ഇൻഷുർ ചെയ്യത്തക്ക രീതിയിലുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അവിടെയാണ് പറഞ്ഞത് വാല്യുവേഷൻ ഓഫ് റിസ്ക്. പണത്തിൻ്റെ മൂല്യത്തിൽ നമുക്ക് തിട്ടപ്പെടുത്താവുന്നത് മാത്രമേ നമുക്ക് ഇൻഷുർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയാം. അപ്പോൾ അവിടെ വാല്യുവേഷൻ ഓഫ് റിസ്ക് എന്ന് പറയുന്നതിൽ ഓൺലി റിസ്ക് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ മോണിറ്ററി ടേംസ് ക്യാൻ ബി ഇൻഷുർഡ്. There are several methods of evaluating the risk. The risk is evaluated before the insurance contract is entered into. കണ്ടോ, അപ്പോൾ അത് മുൻകൂട്ടി തന്നെ നമ്മളത് എന്ത് ചെയ്യുന്നുണ്ട്? ആ കോൺട്രാക്റ്റിൽ എത്തുമ്പോൾ തന്നെ ഇൻഷുറൻസ് അത് എത്രയാണ്, അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ വാല്യുവേഷൻ ഓഫ് റിസ്ക് വാല്യുവേഷൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഷെയറിംഗ് ഓഫ് റിസ്ക്, സെക്കൻഡ് വൺ ഈസ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ, തേർഡ് വൺ ഈസ് കോൺട്രാക്ട്, ഫോർത്ത് വൺ ഈസ് കൺസിഡറേഷൻ, ഫിഫ്ത്ത് വൺ ഈസ് വാല്യുവേഷൻ ഓഫ് റിസ്ക്. And sixth one is lawful object. Lawful object le insurance contract will be valid only if the object of insurance is legal and not against public policy. An insurance policy cannot be taken if the object of insurance is illegal.
അവിടെ നമ്മൾ പറയുന്നത് അതൊരു ലോഫുൾ ഒബ്ജക്റ്റ് ആയിരിക്കണം, നിയമപരമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇൻഷുറൻസ് കോൺട്രാക്ട് വിൽ ബി വാലിഡ് ഓൺലി ഇഫ് ദ ഒബ്ജക്റ്റ് ഓഫ് ഇൻഷുറൻസ് ഈസ് ലീഗൽ ആൻഡ് നോട്ട് അഗെയിൻസ്റ്റ് ദ പബ്ലിക് പോളിസി. നോട്ട് അഗെയിൻസ്റ്റ് ദ പബ്ലിക് പോളിസി. അതായത് ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസിനൊന്നും നമുക്ക് എന്ത് കിട്ടില്ല, നമുക്ക് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അത് ലീഗലായിട്ടുള്ള നഷ്ടമായിരിക്കണം. ആൻഡ് ഇൻഷുറൻസ് പോളിസി കനോട്ട് ബി ടേക്കൺ ഇഫ് ദ ഒബ്ജക്റ്റ് ഓഫ് ഇൻഷുറൻസ് ഈസ് ഇല്ലീഗൽ. ഒരു കാരണവശാലും നമുക്ക് ഇല്ലീഗൽ ആക്ടിവിറ്റീസിന്, ഇപ്പോൾ സ്മഗ്ലിങ് അത് ഇത് അങ്ങനത്തെ ഒന്നും പറയുന്നതിന് നമുക്ക് എന്ത് കിട്ടില്ല, ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടില്ല. അതുമൂലം ഉണ്ടാക്കാവുന്ന നഷ്ടസാധ്യതകളൊന്നും നമുക്ക് ഇൻഷുർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇൻഷുറൻസ് കോൺട്രാക്ട് വിൽ ബി വാലിഡ് ഓൺലി ഇഫ് ദ ഒബ്ജക്റ്റ് ഓഫ് ഇൻഷുറൻസ് ഈസ് ലീഗൽ ആൻഡ് നോട്ട് അഗെയിൻസ്റ്റ് ദ പബ്ലിക് പോളിസി. ലീഗലായിരിക്കണം, അല്ലാതെ പോളിസിക്ക്, പബ്ലിക് പോളിസിക്ക് അഗെയിൻസ്റ്റ് ആയിരിക്കാനായിട്ട് പാടില്ല. ആൻഡ് ഇൻഷുറൻസ് പോളിസി കനോട്ട് ബി ടേക്കൺ ഇഫ് ദ ഒബ്ജക്റ്റ് ഓഫ് ഇൻഷുറൻസ് ഈസ് ഇല്ലീഗൽ. Then next one is payment on contingencies. The insurer makes the payment as per the insurance contract on the happening of the event insured, death, accident, fire, etc. Payment on the insurance make the payment as per the insurance contract on the happening of the event insured, that is a death, accident, fire, etc. Since life insurance contract is a contract of certainty, as death or the expiry of the term will be certainty occur, payment of the assured sum is certain. But in the other insurance contract, the contingencies, fire, accident or perils of the sea, which may or may not occur. So if the contingencies occurs, payment is made, otherwise no amount is paid to the policy holders. അതായത് ഇൻഷുറർ മേക്സ് ദ പേയ്മെൻറ്റ് ആസ് പെർ ദ ഇൻഷുറൻസ് കോൺട്രാക്ട് ഓൺ ദ ഹാപ്പനിങ് ഓഫ് ദ ഇവൻറ്റ് ഇൻഷുർഡ്. ഇൻഷുർ ചെയ്തിരിക്കുന്ന ആ ഒരു എന്തിനെതിരെയാണോ, അപ്പോൾ തീപിടുത്തത്തിനെതിരെയാണ് ഇൻഷുർ ചെയ്തിരിക്കണമെങ്കിൽ അവിടെ ആ ഇവൻ്റ് ഈസ് ഒക്കേഡ്, തീപിടുത്തം ഉണ്ടായിരിക്കണം. അല്ല ആക്സിഡൻറ്റ്, ഇപ്പോൾ വെഹിക്കിൾ ആക്സിഡൻറ്റ്, അപ്പോൾ ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോഴാണ് ആ ഇൻസിഡൻറ്റ് ഈസ് ഒക്കേഡ്, അത് സംഭവിക്കുമ്പോഴാണ് അവിടെ ക്ലെയിം ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് ഓൺ കണ്ടിജൻസി, ദ ഇൻഷുറർ മേക്സ് ദ പേയ്മെൻറ്റ് ആസ് പെർ ദ ഇൻഷുറൻസ് ഓഫ് കോൺട്രാക്ട് ഓൺ ദ ഹാപ്പനിങ് ഓഫ് ഇവൻറ്റ് ഇൻഷുർഡ്, ദറ്റ് ഈസ് ഡെത്ത്, ആക്സിഡൻറ്റ്, ഫയർ, എക്സെട്ര. ഇത്തരത്തിലുള്ള അപകടങ്ങൾക്കെതിരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഷുർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കണമെങ്കിലും അവിടെ എന്തുണ്ടായിരിക്കണം, ആ ഒരു അപകടം സംഭവിച്ചാൽ മാത്രമാണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, പേയ്മെൻറ്റ് കൊടുക്കുള്ളൂ എന്ന് പറയുന്നതാണ്. ഇനി ദെൻ ലൈഫ് ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി അല്ലേ. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് അഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഓർ ലൈഫ് ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് അഷുറൻസ് എന്ന് പറയും. ഈ അഷുറൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പം നമ്മളൊന്നുകിൽ മരണം എന്ന് പറയുന്നതും തീർച്ചയായിട്ടും അത് സംഭവിക്കാവുന്നതാണ്. അതേപോലെ തന്നെ കാലാവധി, ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ഒന്നുകിൽ നമ്മളൊരു 15 വർഷത്തെ പോളിസിയോ 16 വർഷത്തെ പോളിസിയോ 20 വർഷത്തെ പോളിസിയോ ഒക്കെയാണ് എടുക്കുക. ആ പോളിസി എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ കാലാവധി എത്തും, അല്ലെങ്കിൽ ആ കാലാവധിയുടെ ഉള്ളിൽ മരണപ്പെടുക, ഏതെങ്കിലും ഒന്നും സംഭവിക്കും എന്നുള്ളത് ഷുവറാണ്. ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യും, 16 വർഷം വരെ നമുക്ക് പ്രീമിയം അടച്ചുകൊണ്ടിരിക്കാം. 16 വർഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ വന്നു ചേരും. ആ സമയത്ത് നമുക്കവിടെ എന്ത് ചെയ്യാം, അത് ഒക്കറാണ്, അത് സംഭവിച്ചിരിക്കും. സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാം. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് എത്രമാത്രം നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറയുന്ന ഒരു ഇൻഡെമിനിറ്റി ബേസ് ചെയ്തുകൊണ്ടല്ല. സോ ഇറ്റ് ഈസ് ആൻ കോൺട്രാക്ട് ഓഫ് അഷുറൻസ് ഓർ ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്ന ഫിഫ്ത്ത് പേയ്മെൻറ്റ് ഓൺ കണ്ടീജൻസീസ്. ഇവിടെ ഇപ്പോൾ ഫയർ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം, ആക്സിഡൻറ്റ് സംഭവിക്കാതിരിക്കുക ചെയ്യാം. അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനെതിരെയാണോ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് ആ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോൾ മാത്രമാണ് നമ്മളത് ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയുന്നത് ഇപ്പോൾ ഏതൊക്കെ ഫീച്ചേഴ്സാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഷെയറിംഗ് ഓഫ് റിസ്ക്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ, കോൺട്രാക്ട്, കൺസിഡറേഷൻ, valuation of risk, lawful object, payment on contingencies, amount of payment. The amount of payment depends on the amount of loss occurred due to the particular risk. But in the life insurance, the fixed sum as per the contract is paid. ഇനി amount of payment the amount of payment depends on the amount of loss occurred due to the particular risk. എന്തെങ്കിലും റിസ്ക് സംഭവിക്കുമ്പോൾ
Amount of payment depends upon the amount of loss occurred. The life insurance fixed sum as per the contract is paid. അതായത് ജനറൽ ഇൻഷുറൻസ് എല്ലാം തന്നെ ഓൺ ദി ബേസിസ് ഓഫ് ഇൻഡെമിനിറ്റി പ്രിൻസിപ്പിൾ പഠിക്കും നമ്മൾ. ഇൻഡെമിനിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടാണ് എത്രയാണോ നഷ്ടം സംഭവിച്ചിരിക്കണേ. ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി എന്ന് കരുതാം, then അതിൻ്റെ വെഹിക്കിൾസിൻ്റെ പാർട്സൊക്കെ നോക്കി നമുക്ക് എത്രമാത്രം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തീപിടുത്തം മൂലം നമുക്ക് എത്ര രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളൊരു 10 ലക്ഷം രൂപയ്ക്ക് ഇൻഷുർ ചെയ്തിരിക്കാം, അവിടെ 1 ലക്ഷം രൂപയുടെ നഷ്ടം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എങ്കിൽ ഇൻഷുറൻസ് കമ്പനി 1 ലക്ഷം രൂപ മാത്രമാണ് കവർ ചെയ്യുള്ളൂ. അവിടെ അതാണ് പറയുന്നത് എമൗണ്ട് ഓഫ് പേയ്മെൻറ്റ്. ദ എമൗണ്ട് ഓഫ് പേയ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ എമൗണ്ട് ഓഫ് ലോസ്. എമൗണ്ട് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഓൾവേസ് ഡിപ്പെൻഡ് ഓൺ ദ എമൗണ്ട് ഓഫ് ലോസ് ഒക്വേർഡ് ഡ്യൂ ടു ദ പർട്ടിക്കുലർ റിസ്ക്. ബട്ട് ഇൻ ദ ലൈഫ് ഇൻഷുറൻസ് ദ ഫിക്സഡ് സം ആസ് പെർ ദ കോൺട്രാക്ട് ഈസ് പെയ്ഡ്. മാത്രമല്ല ലൈഫ് ഇൻഷുറൻസിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മുഴുവൻ എമൗണ്ട് നമ്മൾ അവർക്ക് പേ ചെയ്യുമെന്നുള്ളതാണ്. Then next point is a large number of insured persons. Large number of insured persons. As insurance is based on the principle of cooperation, a large number of persons are insured in order to spread the loss smoothly. അതായത് ഇവിടെ പറയുന്ന നെക്സ്റ്റ് പോയിന്റ് ലാർജ് നമ്പർ ഓഫ് ഇൻഷുർഡ് പേഴ്സൺസ്. ഒരുപാട് ആസ് ഇൻഷുറൻസ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ, ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസ് ആർ ഇൻഷുർഡ് ഇൻ ഓർഡർ ടു സ്പ്രെഡ് ദ ലോസ് സ്മൂത്ത്ലി. ഇത് തീർച്ചയായിട്ടും ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുമായിട്ട് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ദെൻ അതിൽ ഒരുപാട് പേര് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പ്രകാരം ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് ഇൻഷുർഡ് പേഴ്സൺസ് ഉണ്ടായിരിക്കാം. Investment portfolio. Insurance is considered to be investment portfolio as the payment of premium at a regular intervals result in a receipt of lump sum after a specified period in the case of life insurance policy. One of the feature is investment portfolio. Life insurance policy എടുക്കുക എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക ഇൻഷുറൻസ് പോളിസി ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുക എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ആണ്. അതായത് ഇൻഷുറൻസ് ഈസ് കൺസിഡേർഡ് ടു ബി ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ. ഇവിടെ ആസ് ദ പേയ്മെൻറ്റ് ഓഫ് പ്രീമിയം ആസ് എ റെഗുലർ ഇൻ്റർവെൽസ്, അതായത് കുറേശ്ശെയായിട്ട് റെഗുലറായിട്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. റെഗുലർ ഇൻ്റർവെൽസ് റിസൾട്ട് ഇൻ ദ റിസീപ്റ്റ് ഓഫ് ലംസം ആഫ്റ്റർ ദി സ്പെസിഫൈഡ് പീരീഡ് ഇൻ ദ കേസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് അതായത് സാധാരണ നമ്മൾ ലൈഫ് ഇൻഷുറൻസ് പോളിസികളെല്ലാം തന്നെ ഏതെന്നുള്ള പേരിലാണ് കാണപ്പെടുക, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ എന്നുള്ള രീതിയിൽ കൂടെ ലൈഫ് ഇൻഷുറൻസ് കാണുന്നുണ്ട്. The next one is value of risk. Then the value of risk is measured before insuring in order to determine the premium payable. There are several methods of valuation of risk. Higher premium is charged if the risk expertise is more. Hence probability of loss is certain at the time of insurance. നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് പഠിക്കും. ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ലീഡ്സ് ടു ഇൻക്രീസ് ദ എന്താ പറയുക ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ഈസ് ഇൻക്രീസ് ദ പ്രീമിയം ഓഫ് ദി ഇൻഷുറൻസ് പോളിസി ഓൾസോ. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണ് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണെങ്കിൽ ഒരു ഫയർ ഇൻഷുറൻസ് എടുക്കുകയാണെന്ന് കരുതുക. ഫയർ ഇൻഷുറൻസിൻ്റെ അടുത്ത് തന്നെ നമുക്കവിടെ ഇൻഫ്ലമബിൾ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ആണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ നിന്ന് ഇവിടേക്ക് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ റിസ്ക് ഫാക്ടർ കൂടുതലാണ്. റിസ്ക് കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്തും കൂടും, ഇൻഷുറൻസിൻ്റെ പ്രീമിയം കൂടും. അവിടെ വാല്യൂ ഓഫ് റിസ്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളവിടെ ചാർജ് ചെയ്യുന്ന എന്തുകൂടെ ഇൻഷുറൻസ് കൂടെ ചാർജ് ചെയ്യുന്നു, അതുകൂടെ ഇൻക്രീസ് ചെയ്തിരിക്കും. ഇൻഷുറൻസ് ഈസ് നോട്ട് ഗാംബ്ലിംഗ്. By insuring property and life, the uncertainty is changed into certainty because the insurer promises to pay a definite sum of money on the happening for the event of the death. From a family and business point of view, all lives possess an economic value which may at any time disappear by death or other calamities. Failure of insurance amounts to gambling because the uncertainty of loss always exists. In fact, insurance is just opposite of gambling. ഗാംബ്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ജസ്റ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക കളിയല്ല, ഒരു എന്താ പറയുക ഗാംബ്ലിംഗ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഇൻഷുറിങ് പ്രോപ്പർട്ടി ആൻഡ് ലൈഫ് ഇൻഷുറൻസ് അൺസർട്ടനിറ്റി ഈസ് ചേഞ്ച് ടു സർട്ടനിറ്റി ബിക്കോസ് ഇൻഷുറർ പ്രോമിസസ് ടു പേ എ ഡെഫിനിറ്റ് സം ഓഫ് മണി ടു ഓൺ ദി ഹാപ്പനിങ് ഓഫ് ഇവൻറ്റ് ഓർ ഡെത്ത്. അതായത് പ്രത്യേകിച്ച് നമുക്ക് ലൈഫ് ഇൻഷുറൻസ് കേസൊക്കെ നോക്കിയാൽ അറിയാം തീർച്ചയായിട്ടും ആ ഒരു എമൗണ്ട് നമ്മളവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ഫ്രം ദ ഫാമിലി ആൻഡ് ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ, ഓൾ ലൈഫ്സ് possess the economic value which may at any time disappear in the death or other calamities. Failure of insurance amounts to gambling because the uncertainty of loss always exists. In fact, insurance is just the opposite of gambling.
അത് ഒരു കാരണവശാലും നമുക്ക് എന്തെന്ന് പറയാനായിട്ട് പറ്റില്ല. ഗാംബ്ലിംഗ് ആക്ടിവിറ്റിയാണ് ഇൻഷുറൻസ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ദെൻ ഇൻഷുറൻസ് ഈസ് നോട്ട് എ ചാരിറ്റി. Then charity is given without consideration, but insurance is not possible without premium. അതായത് ചാരിറ്റി എന്ന് പറയുമ്പോൾ പ്രതിഫലമില്ലാതെ ചെയ്യുന്നതായിരിക്കുമല്ലോ ചാരിറ്റി എന്ന് പറയുന്നത്. ചാരിറ്റി ഈസ് ഗിവൺ വിത്തൗട്ട് കൺസിഡറേഷൻ ഇല്ലാതെ ചെയ്യുന്നതാണ് ചാരിറ്റി. പക്ഷേ ഇൻഷുറൻസ് ഒരു ചാരിറ്റി അല്ല. കാരണം പ്രീമിയം എന്ന് പറയുന്ന കൺസിഡറേഷൻ വാങ്ങിക്കൊണ്ടാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ടു ആൻ ഇൻഡിവിജ്വൽ ആൻഡ് ടു സൊസൈറ്റി ഇൻ ജനറൽ. പ്രീമിയം വാങ്ങിക്കൊണ്ട് ആണ് ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ടു ആൻ ഇൻഡിവിജ്വൽ ആൻഡ് ടു ദ സൊസൈറ്റി ഇൻ ജനറൽ. ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഇൻഷുറൻസ്. ഇതൊക്കെയാണ് ഇൻഷുറൻസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഷെയറിംഗ് ഓഫ് റിസ്ക്. സെക്കൻഡ് വൺ ഈസ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ, കോൺട്രാക്റ്റ്, consideration, valuation of risk, lawful object, payment on contingencies, amount of payment, large number of insured person, investment portfolio, value of risk, insurance is not gambling and insurance is not charity. കണ്ടോ? അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ശ്രദ്ധിക്കാനുണ്ട്. ഫീച്ചേഴ്സിലെ നഷ്ടം വീതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു സഹകരണം, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ബേസിലാണ് ഇൻഷുറൻസ് പ്രവർത്തിക്കുന്നത്. പ്രതിഫലം നൽകിക്കൊണ്ടാണ്, പ്രതിഫലം കൊടുത്തുകൊണ്ടാണ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു കരാറിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യപ്പെടുന്നത്. അതൊരു നിയമപരമായിട്ടുള്ള ലോഫുൾ കോൺട്രാക്റ്റ് ആയിരിക്കണം, ലോഫുൾ ഒബ്ജക്റ്റ് ആയിരിക്കണം, ലോഫുൾ കോൺട്രാക്റ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ പേയ്മെൻറ്റ് ഓൺ കണ്ടീജൻസീസ്, നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ക്ലെയിം ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ എമൗണ്ട് ഓഫ് പേയ്മെൻറ്റ്, അതായത് എമൗണ്ട് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പേയ്മെൻറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ഇൻഡെമിനിറ്റി, എത്രമാത്രമാണോ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് ആ നഷ്ടം പരിഹരിക്കാം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക? നഷ്ടം പരിഹരിച്ചു കൊടുക്കുക. ദെൻ ലാർജ് നമ്പർ ഓഫ് ഒരുപാട് പേര് കൂടിച്ചേർന്നുകൊണ്ടാണ് ഏത് പ്രവർത്തിക്കുന്നത്? ഇൻഷുറൻസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് എത്തിച്ചേരുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ മാത്രമല്ല, ലൈഫ് ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് എന്ന് പറയുന്നത് അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ആണ്. വാല്യൂ ഓഫ് റിസ്ക്, വാല്യൂ ഓഫ് റിസ്കിൽ നമ്മളോട് പറയുന്നുണ്ട്. എന്താ വാല്യൂ ഓഫ് റിസ്ക് എന്ന് പറയുമ്പോൾ? റിസ്ക് ഏറ്റെടുക്കാനുള്ള, വാല്യൂ ഓഫ് റിസ്ക് ഏറ്റെടുക്കാനുള്ള ഒരു അവിടെ വാല്യൂ ഓഫ് റിസ്കിൽ റിസ്ക് എത്രമാത്രം ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ അത്രമാത്രം നമുക്ക് എന്ത് കൂടെ കൂടുന്നുണ്ട്? റിസ്ക് കൂടുന്നതിനനുസരിച്ച് നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം കൂടുന്നുണ്ട്. സോ വാല്യൂ ഓഫ് റിസ്ക് തീർച്ചയായിട്ടും നമ്മൾ മെഷർ ചെയ്തതിന് ശേഷമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റിലേക്ക് എത്തിപ്പെടുന്നത് തന്നെ. പിന്നെ ഇൻഷുറൻസ് ഈസ് നോട്ട് എ ഗാംബ്ലിംഗ് ആൻഡ് ഇൻഷുറൻസ് ഈസ് നോട്ട് എ ചാരിറ്റി. ഇതൊരു നമ്മൾ പറയാം ഒരു കളിയല്ല എന്ന് പറയാം, ഒരു ഗാംബ്ലിംഗ് പ്രോസസ്സല്ല, ചൂത് പോലെയുള്ളതല്ല. പക്ഷേ സെയിം ടൈം അതെന്താണ്? ചാരിറ്റി, അതായത് കൺസിഡറേഷനൊന്നും പറ്റാതെ തന്നെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്ന മനോഭാവമില്ല. അവിടെ കൺസിഡറേഷൻ വാങ്ങിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയിലേക്ക് ഏർപ്പെടുന്നത്. സോ ഇൻഷുറൻസ് ഈസ് നോട്ട് ഗാംബ്ലിംഗ് ആൻഡ് ഇൻഷുറൻസ് ഈസ് നോട്ട് എ ചാരിറ്റി. ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഇൻഷുറൻസ്. ദെൻ നെക്സ്റ്റ് വൺ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ദെൻ what are the terms involved in ഇൻഷുറൻസ്? ഇൻഷുറൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ടേംസുകളെ പരിചയപ്പെടാമെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് ഇൻഷുറർ, second one is insured, third one is insurance policy, and fourth one is premium, and fifth one is beneficiary. These are the certain terms used in insurance. Then first one is insurer. Insurer is the insurance company or agency who undertake to pay the amount or the happening of the event insured for or after a specified period as the case may be. നാഷണൽ ഇൻഷുറൻസ് കമ്പനി ആർ എക്സാമ്പിൾ ഓഫ് ഇൻഷുറർ. ആരാണ് ഇൻഷുറർ എന്ന് പറയുന്നത്? ഇൻഷുറർ ഈസ് ദ ഇൻഷുറൻസ് കമ്പനി. അവിടെ നമ്മൾ നോക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് എന്താ? ഇൻഷുറർ എന്ന് പറയുന്നത് ആരാണ്? ഇൻഷുറർ എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിയാണ്. അവിടെ ഇൻഷുറർ ഈസ് ദ ഇൻഷുറൻസ് കമ്പനി ഓർ ഏജൻസി ഹു അണ്ടർടേക്ക് ടു പേ the amount on the happening of the event insured for or after a specified period as the case may be. നമ്മൾ പറയുന്ന സമയത്തിനനുസരിച്ച് നമ്മൾ ഇത് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഷുറർ എന്ന് പറയുന്നത് ആരാണ്? ഇൻഷുറർ എന്ന് പറയുന്നത് ഇൻഷുറർ ഓൾവേസ് ഇൻഷുറൻസ് കമ്പനി. കണ്ടോ? ഇൻഷുറർ എപ്പോഴും ആരായിരിക്കും? ഇൻഷുറർ ആരാണോ പ്രൊട്ടക്ഷൻ നൽകാം എന്ന് ഓഫർ ചെയ്യുന്നത് അതെപ്പോഴും ആരായിരിക്കും? ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും. അതുകൊണ്ട് ഇൻഷുറർ എന്ന് പറയുന്നത് ഇൻഷുറർ ഈസ് ദ ഇൻഷുറൻസ് കമ്പനി ഓർ ഏജൻസി
who undertake to pay the amount on the happening of an event insured for after a specified period or the case may be. അതിൽ പറഞ്ഞിരിക്കുന്ന കരാറിൽ പറഞ്ഞിരിക്കുന്ന പോലെ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ സ്പെസിഫൈഡ് പീരീഡ് ആയിക്കഴിഞ്ഞാലോ നമ്മളത് പരിഹരിച്ചു കൊടുക്കാം എന്ന് പറയുന്ന, ആരാണ് പരിഹരിച്ചു കൊടുക്കാം എന്ന് പറയുന്നത്, അതിലാണ് നമ്മൾ എന്താ പറയുക, ഇൻഷൂറർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇൻഷുവേർഡ്. ഇൻഷുവേർഡ് ഈസ് ദ പേഴ്സൺ ഹു ഇൻഷുവേഴ്സ് ഹിസ് ലൈഫ് ഓർ പ്രോപ്പർട്ടി അഗെയിൻസ്റ്റ് എ പോസിബിൾ ലോസ് വിത്ത് ദ ഇൻഷൂറർ. കണ്ടോ, ഇൻഷുവേർഡ് എന്ന് പറയുന്നത് ആരാണ്? ഇൻഷുവേർഡ് ഈസ് ദ പേഴ്സൺ ഹു ഇൻഷുവേഴ്സ് ഹിസ് ലൈഫ് ഓർ പ്രോപ്പർട്ടി അഗെയിൻസ്റ്റ് ദ പോസിബിൾ ലോസ് വിത്ത് ദ ഇൻഷൂറർ. ഇൻഷൂററുടെ അടുത്ത് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾക്ക് എതിരെ കോമ്പൻസേഷൻ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരാണോ ഇൻഷുറൻസ് കവറേജ് എടുക്കുന്നത് ആ വ്യക്തിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഷുവേർഡ് എന്ന് പറയുന്നത്. അല്ലോ, അപ്പോൾ ആരാണ് ഇൻഷുവേർഡ് എന്ന് പറയുന്നത്? ഇൻഷുവേർഡ് ഈസ് ദ പേഴ്സൺ ഹു ഇൻഷുവേഴ്സ് ഹിസ് ലൈഫ് ഓർ പ്രോപ്പർട്ടി അഗെയിൻസ്റ്റ് ദ റിസ്ക്. അപ്പോൾ ഇൻഷുവേർഡ് ഈസ് എ പേഴ്സൺ ഹു ഇൻഷുവേഴ്സ് ഹിസ് ലൈഫ് ഓർ പ്രോപ്പർട്ടി അഗെയിൻസ്റ്റ് ദ പോസിബിൾ ലോസ് with the insurer. Then if Mr. A insures his life, Mr. A is the insured. A എന്ന് പറയുന്ന ഒരാളാണ് ഇൻഷുർ ചെയ്തിരിക്കണേ വെച്ചാൽ അയാളെയാണ് നമ്മൾ എന്താ പറയുക, ഇൻഷുവേർഡ് എന്ന് പറയുന്നത്. കണ്ടോ, ഇൻഷുറർ എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുവേർഡ് എന്ന് പറയുന്നത് പാർട്ടിയും അല്ലെങ്കിൽ കസ്റ്റമറെയുമാണ് അവിടെ ഇൻഷുവേർഡ് എന്ന് പറയുന്നത്. എന്താണ് ഇൻഷുറൻസ് പോളിസി? നെക്സ്റ്റ് പോയിന്റ് ഈസ് ഇൻഷുറൻസ് പോളിസി. Insurance policy is the written contract of insurance. Insurance policy is the written contract of insurance. And then issued by the insurer to the insured is called the insurance policy. അപ്പോൾ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് it is a written contract issued by the insurer to the insured person. Then the terms and conditions of the insurance contract are included in the insurance policy. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് the terms and conditions of the insurance contract, ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം തന്നെ എഴുതപ്പെട്ടിട്ടുള്ളതാണ് ഇതിൽ ഇൻഷുറൻസ് പോളിസിയിൽ. അവിടെ ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ റിട്ടൺ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് ഇഷ്യൂഡ് ബൈ ദ ഇൻഷുറർ ടു ബി ഇൻഷുർഡ് ഈസ് കോൾഡ് ആസ് ഇൻഷുറൻസ് പോളിസി. ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ ഇൻഷുറൻസ് കോൺട്രാക്ട് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻഷുറൻസ് പോളിസി. Then next one is premium. പ്രീമിയത്തിലെ the consideration paid by the insured to the insurer in fulfillment of part of the contract is called the premium. What is meant by premium? Premium is the consideration by the insured person to the insurer. അവിടെ എന്താ പറയുക, എന്താണ് പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താ? പ്രീമിയം ഈസ് എ കൺസിഡറേഷൻ പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് പേഴ്സൺ ടു ദ ഇൻഷുറർ ഇൻ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ പാർട്ട് ഓഫ് കോൺട്രാക്ട് ദറ്റ് ഈസ് കോൾഡ് ആസ് പ്രീമിയം. പ്രീമിയം ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻകം ഓഫ് എൻ ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടിട്ടുള്ള ഒരു ഇൻകം, സോഴ്സ് ഓഫ് ഇൻകമാണ് അവിടെ പ്രീമിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ബെനിഫിഷ്യറി. Beneficiary is the person to whom the amount is paid on the happening of the event insured. The beneficiary may be insured or any other persons nominated by the insured. അപ്പോൾ ബെനിഫിഷ്യറി എന്ന് പറയുന്നവരാണ്. ബെനിഫിഷ്യറി ഈസ് ദ പേഴ്സൺ ടു ഹൂം ദ എമൗണ്ട് ഈസ് പെയ്ഡ് ഓൺ ദ ഹാപ്പനിങ് ഓഫ് ദ ഇവൻറ്റ് ഇൻഷുർഡ്. ദ ബെനിഫിഷ്യറി മേ ബി ദ ഇൻഷുർഡ് ഓർ എനി അതർ പേഴ്സൺസ് നോമിനേറ്റഡ് ബൈ ദ ഇൻഷുർഡ്. ഒന്നുകിൽ ഇൻഷുർഡ് പേഴ്സൺ തന്നെയായിരിക്കാം അതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത്, അതുമല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി പറയുന്ന ഇൻഷുർഡ് പേഴ്സൺസ് പറയുന്ന നോമിനീസ് ആരെങ്കിലും ആയിരിക്കാം അതിൻ്റെ ഇൻഷുർഡ് എന്ന് പറയുന്നത്, ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. അപ്പോൾ ബെനിഫിഷ്യറി ഈസ് ദ പേഴ്സൺ ടു ഹൂം ദ എമൗണ്ട് ഈസ് പെയ്ഡ് ഓൺ ദ ഹാപ്പനിങ് ഓഫ് എൻ ഇവൻറ്റ് ഇൻഷുർഡ്. ഇൻഷുർ ചെയ്തിരിക്കുന്ന ഒരു ഇവൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ പേയ്മെൻറ്റ് ആർക്കാണോ, അതിൻ്റെ ക്ലെയിം ആർക്കാണോ കൊടുക്കുന്നത് അയാളെയാണ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. ദ ബെനിഫിഷ്യറി മേ ബി ഇൻഷുർഡ് ഓർ ദ അതർ പേഴ്സൺ നോമിനേറ്റഡ് ബൈ ദ ഇൻഷുർഡ്. ദെൻ അവിടെ ബെനിഫിഷ്യറി ആരായിരിക്കും? ബെനിഫിഷ്യറി മേ ബി ഇൻഷുർഡ് ആയിരിക്കും ബെനിഫിഷ്യറി എന്ന് പറയുന്നത്, ഓർ അതർ പേഴ്സൺസ് നോമിനേറ്റഡ് ബൈ ദ ഇൻഷുർഡ്. അതല്ലെങ്കിൽ ഇൻഷുർഡ് പറയുന്ന വേറെ ആരെങ്കിലും ആയിരിക്കും അവിടെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ പോയിൻറ്റ്സാണ്? ദ ടേംസ് ഓഫ് ഇൻവോൾവ് ഇൻ ഇൻഷുറൻസിലെ ഇൻഷുറർ, ഇൻഷുർഡ്, ഇൻഷുറൻസ് പോളിസി, പ്രീമിയം, ബെനിഫിഷ്യറി, ഇത്രയും പോയിൻറ്റ്സാണ് നമ്മളവിടെ നോക്കേണ്ടത്. Then next topic, what are the
kinds of insurance. Different kinds of insurance from the point of view of business point of view, from the point of view of risk. നഷ്ടസാധ്യതയുടെ അടിസ്ഥാനത്തിൽ നമുക്കതിനെ തരംതിരിക്കാം. കൈൻഡ്സ് ഓഫ് ഇൻഷുറൻസ്. ഫസ്റ്റ് വൺ ഈസ് ഓൺ ദി ബേസിസ് ഓഫ് ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ. ഇൻഷുറൻസ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3, that is life insurance, general insurance, social insurance. Risk point of view, personal insurance, property insurance, liability insurance, guarantee insurance, etc. ഇതൊക്കെയാണ് റിസ്ക് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് നോക്കാം. ദെൻ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഇൻഷുറൻസ്. അപ്പോൾ കൈൻഡ്സ് ഓഫ് ഇൻഷുറൻസ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ഓൺ ദി ബേസ് ഓഫ് ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ. സെക്കൻഡ് വൺ ഈസ് ഓൺ ദി ബേസ് ഓഫ് risk point of view. First classification on the basis of business point of view. Then it may be business point of view, it may be classified into 3. That is, the first one is life insurance, second one is general insurance, third one is social insurance. Life insurance എന്ന് പറയുമ്പോൾ in life insurance the subject matter of insurance is human life. Life insurance എന്ന് പറയുമ്പോൾ in life insurance subject matter of the insurance is human life. The insurer life will pay fixed sum on death of the insured or the expiry of certain period. Life insurance എപ്പോഴും എന്താണ്? ഇൻഷുറർ വിൽ പേ ഫിക്സഡ് സം. ഇൻഷുറൻസ് കമ്പനി തീർച്ചയായിട്ടും ഒരു ഫിക്സഡ് സം പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇൻഷുറർ വിൽ പേ എ ഫിക്സഡ് സം ഓൺ ഡെത്ത് ഓഫ് ദ ഇൻഷുർഡ് ഓർ അറ്റ് ദ എക്സ്പയറി ഓഫ് സെർട്ടൈൻ പീരീഡ്. ഒന്നുകിൽ കാലാവധി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഡെത്തായി കഴിഞ്ഞാലോ സെർട്ടൈൻ സം ആർക്ക് കൊടുത്തിരിക്കണം? ഇൻഷുർഡിന് കൊടുത്തിരിക്കണം എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു ദ ഫാമിലി ഓഫ് ദ ഇൻഷുർഡ് ഓൺ ദി പ്രിമേച്ചർ ഓഫ് അൺഎക്സ്പെക്റ്റഡ് ഡെത്ത് ഓർ ഗീവ്സ് adequate amount of the old age when earning capacity is usually low. Life insurance involves assurance as the payment of the amount is assured. So life insurance is contract of assurance. Life insurance is a contract of guarantee. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ലൈഫ് ഇൻഷുറൻസിലെ ഫസ്റ്റ് വൺ ലൈഫ് ഇൻഷുറൻസ് പറയുന്നുണ്ട്. ലൈഫ് ഇൻഷുറൻസ് ഈസ് എ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ഇൻഷുറൻസ്. കണ്ടോ, ഈസ് ഹ്യൂമൻ ലൈഫ്. ഇതാണ് ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് നമ്മുടെ ലൈഫിനെയാണ് ഇൻഷുർ ചെയ്യുന്നത്. അതൊന്നുകിൽ മെച്യൂരിറ്റി പ്രിമെച്യൂർഡ് പീരീഡിലെങ്ങാനും നമുക്ക് മരണപ്പെടുകയാണെങ്കിൽ അതിൻ്റെ നോമിനീസിന് അതിൻ്റെ എമൗണ്ട് കൊടുത്തിരിക്കണം. അല്ലാത്ത പക്ഷം മെച്യൂർഡ് ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ഇൻഷുർഡിന് തന്നെ ആ പണം കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കണം. ഇങ്ങനെ ഇത്തരത്തിലൊരു ഇൻഷുറൻസിനെയാണ് നമ്മളെന്താ പറയുക? ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയാം. ജനറൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാലോ, ജനറൽ ഇൻഷുറൻസ് കൺസിസ്റ്റ് ഓഫ് ഫയർ ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, ആക്സിഡൻറ്റ് ഇൻഷുറൻസ്, മെറൈൻ ഇൻഷുറൻസ്, തെഫ്റ്റ് ഇൻഷുറൻസ്, ക്രോപ്പ് ഇൻഷുറൻസ്. General insurance payment is amount is not assured. So the actual loss suffered by the insured on happening of the event insured is paid by the insurer. അവിടെ ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ ലോസ് ഈസ് സഫേർഡ് ബൈ ഇൻഷുറൻസ് ഓൺ ദ ഹാപ്പനിങ് ഓഫ് ദ ഇവൻറ്റ് ഇൻഷുർഡ് ഈസ് പെയ്ഡ് ബൈ ദ ഇൻഷുറർ. ശരിക്കും ഒരു കാരണവശാലും ജനറൽ ഇൻഷുറൻസിൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നഷ്ടം സംഭവിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് മുഴുവൻ തുകയും ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കാം എന്ന് പറയുന്നൊരു കോൺട്രാക്റ്റ് അവിടെ വരുന്നില്ല. നഷ്ടം സംഭവിച്ചാൽ സംഭവിച്ച നഷ്ടത്തെ നികത്തി കൊടുക്കാമെന്നേ ഉള്ളൂ. അത്തരത്തിലുള്ള ഒരു നേച്ചറാണ് ഇതിനുള്ളത്, ജനറൽ ഇൻഷുറൻസിനുള്ളത്. സോ നമുക്കവിടെ ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ അടച്ചിരിക്കുന്ന പ്രീമിയം തിരിച്ചു കിട്ടും എന്ന് പറയുന്ന ആ ഒരു സംഭവമില്ല. അടച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടം സംഭവിച്ചാൽ നമുക്കത് നികത്തി തരും. അതാണ് അതിൻ്റെ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ജനറൽ ഇൻഷുറൻസ് ഒരിക്കലും നമുക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ജനറൽ ഇൻഷുറൻസ് ഈസ് ഓൾസോ കോൾഡ് ആസ് ദ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി. നഷ്ടം പരിഹരിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് എവിടെ ബാധകമാവുന്നത്? ജനറൽ ഇൻഷുറൻസിൽ ബാധകമാവുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഈസ് സോഷ്യൽ ഇൻഷുറൻസ്. സോഷ്യൽ ഇൻഷുറൻസ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു ദ വീക്കർ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി ഹു ആർ അൺഏബിൾ ടു പേ പ്രീമിയം. പ്രീമിയം അടയ്ക്കാൻ പറ്റാത്ത ഒരുപാട് പാവം ജനങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ഒരു പോളിസിയാണ് സോഷ്യൽ ഇൻഷുറൻസ് പറയുന്നത്. പെൻഷൻ പ്ലാൻസ്, അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്, സിക്നെസ് ഇൻഷുറൻസ് എക്സെട്ര ആർ ദി വേരിയസ് ഫോംസ് ഓഫ് സോഷ്യൽ ഇൻഷുറൻസ്. അല്ലേ, ഇപ്പോൾ നമുക്ക് ഒരുപാട് ഇപ്പം നമ്മൾ BPL കാർഡ് ഹോൾഡേഴ്സിനൊക്കെ മെഡിക്കൽ അതിനൊരു ഇൻഷുറൻസ് ഉണ്ട് ഇല്ലേ നമ്മൾ. അപ്പോൾ ഗവൺമെൻറ് അത്തരത്തിലുള്ള അതൊക്കെ സോഷ്യൽ സെക്യൂരിറ്റി ഇൻഷുറൻസ് ആണ്. അതുവഴിയൊക്കെ നമുക്ക് ഇൻഷുറൻസ് എടുക്കാറുണ്ട്. അപ്പോൾ then അത് സോഷ്യൽ ഇൻഷുറൻസ്. അപ്പോൾ സാധാരണ രീതിയിൽ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻഷുറൻസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: ലൈഫ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ് ആൻഡ് സോഷ്യൽ ഇൻഷുറൻസ്. റിസ്ക് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കണേ? പേഴ്സണൽ ഇൻഷുറൻസ്, പ്രോപ്പർട്ടി ഇൻഷുറൻസ്, ലയബിലിറ്റി ഇൻഷുറൻസ്, ഗ്യാരണ്ടി ഇൻഷുറൻസ്. പേഴ്സണൽ ഇൻഷുറൻസ് കൺസിസ്റ്റ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്, പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്.
Property insurance is the insured against risks such as loss on account of fire, perils of the sea, destruction of crops, theft, etc. ഇതാണ് പ്രോപ്പർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. Then third one is liability insurance. It covers the risk of third party, compensation to employees, etc. അതിനെയാണ് liability insurance എന്ന് പറയുന്നത്. Then fourth one is guarantee insurance. It covers loss on account of dishonesty or disloyalty of the employees or other persons with whom the insured has a contractual relationship. ഇതാണ് guarantee insurance. അപ്പോൾ guarantee insurance എന്താ പറയുക? It covers loss on account of dishonesty or disloyalty of the employees or other persons with whom the insured has a contractual relationship. അതായത് ഇൻഷുർഡുമായിട്ട് ഏതെങ്കിലും കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഡിസോണസ്റ്റി, സത്യസന്ധമല്ലാത്ത രീതിയിൽ ചതിക്കുകയോ അങ്ങനെ എന്തൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെടുക്കുന്ന ഇൻഷുറൻസിന് നമ്മളെന്താ പറയുക, ഗ്യാരണ്ടി ഇൻഷുറൻസ് എന്ന് പറയാം. ദെൻ ലയബിലിറ്റി ഇൻഷുറൻസിൽ നമ്മൾ എംപ്ലോയീസിന് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് ബാധ്യത വരുന്നുണ്ട്. ആ ബാധ്യത നമ്മൾ ഒരു തേർഡ് പാർട്ടിക്ക് ഉണ്ടാകാവുന്ന ബാധ്യതകളെ അതാണ് ലയബിലിറ്റി ഇൻഷുറൻസ് എന്ന് പറയുക. പ്രോപ്പർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ മോഷണം മൂലമൊക്കെ നമുക്ക് നഷ്ടം സംഭവിക്കാം, പ്രോപ്പർട്ടിക്ക് നഷ്ടം സംഭവിക്കാം. അതിനെ പ്രോപ്പർട്ടി ഇൻഷുറൻസ് പറയാം. പേഴ്സണൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത്, ആക്സിഡൻറ്റ്, ഇതൊക്കെ എന്തിലാണ് വരിക? പേഴ്സണൽ ഇൻഷുറൻസ് വരിക. അപ്പോൾ ഇങ്ങനെയും നമുക്ക് എന്ത് ക്ലാസിഫൈ ചെയ്യാം? ഓൺ ദി ബേസ് ഓഫ് റിസ്ക് ഫാക്ടർ വെച്ചുകൊണ്ട് നമുക്ക് ഇൻഷുറൻസിനെ ഇങ്ങനെയും ക്ലാസിഫൈ ചെയ്യാം. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നോക്കാം. വാട്ട് ഈസ് മെൻ ബൈ ഇൻഷുറൻസ്. Then next one is definition of insurance on the basis of function and on the basis of legal definitions ഉണ്ട്, function definitions ഉണ്ട്. Then next one is what are the features of insurance. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫീച്ചേഴ്സ് പഠിക്കുക. ഡിഫറെൻറ്റ് ടേംസ് യൂസ്ഡ് ഇൻ ഇൻഷുറൻസ്, ദാറ്റ് ഈസ് ബെനിഫിഷ്യറി, ഇൻഷുറർ, ഇൻഷുർഡ്, പ്രീമിയം, ബെനിഫിഷ്യറി ആൻഡ് ഇൻഷുറൻസ് പോളിസി. ഇത്രയും ടേംസുകൾ നോക്കാം. ദെൻ വാട്ട് ആർ ദി കൈൻഡ്സ് ഓഫ് ഇൻഷുറൻസ്? ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ജനറൽ ഇൻഷുറൻസ്. കൈൻഡ്സ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഓൺ ദി ബേസ് ഓഫ് ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ, ഇൻഷുറൻസ് മേ ബി ക്ലാസിഫൈഡ് ഇൻടു 3: ലൈഫ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ്, സോഷ്യൽ ഇൻഷുറൻസ്. ഓൺ ദി ബേസ് ഓഫ് റിസ്ക് പോയിന്റ് ഓഫ് വ്യൂ, പേഴ്സണൽ ഇൻഷുറൻസ്, പ്രോപ്പർട്ടി ഇൻഷുറൻസ്, ലയബിലിറ്റി ഇൻഷുറൻസ് ആൻഡ് ഗ്യാരണ്ടി ഇൻഷുറൻസ്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും വളരെ നന്നായി ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിച്ച് നോക്കാം. ഓക്കെ.